ഉയരട്ടെ നമ്മളിൽ സ്നേഹവും സാന്ത്വന രാഗങ്ങൾ മീട്ടുന്ന തന്ത്രീരവങ്ങളും. ഉയരട്ടെ നമ്മളിൽ മാനവ സ്നേഹത്തിനായെന്ന ദൈവം ചമച്ച മന്ത്രങ്ങളും. ഉയരട്ടെ നമ്മളിൽ സ്നേഹവും സാന്ത്വന രാഗങ്ങൾ മീട്ടുന്ന തന്ത്രീരവങ്ങളും. ഉയരട്ടെ നമ്മളിൽ മാനവ സ്നേഹത്തിനായെന്ന ദൈവം ചമച്ച മന്ത്രങ്ങളും. തകരട്ടെ നമ്മളിൽ പുലരുമാ വൈരവും അനുദിനം മുട്ടിടും പാപശൂനങ്ങളും. തകരട്ടെ നമ്മളിൽ പുലരുമാ വൈരവും അനുദിനം മുട്ടിടും പാപശൂനങ്ങളും. തകരട്ടെ ഞാനെന്ന ഭാവം നുരയുന്ന വശ്യമാ മുന്തിരി പാനപാത്രങ്ങളും. തകരട്ടെ ഞാനെന്ന ഭാവം നുരയുന്ന വശ്യമാ മുന്തിരി പാനപാത്രങ്ങളും. പ്രിയ കലാസ്നേഹികളെ, ഏവർക്കും റിയാദ് മാർത്തോമ പാരീഷ് യുവജന സഖ്യത്തിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അറിയപ്പെടാത്ത പ്രതീക്ഷകളിലും പറയപ്പെടാത്ത വേദനകളിലും ചില കഥകൾ നിശബ്ദമായി ജനിക്കുന്നു. ചരിത്രത്തിലുണ്ടായ ചില കഥകൾ കിരീടത്തിൻ്റെ മഹത്വം കൊണ്ടല്ല, മനുഷ്യഹൃദയത്തിൻ്റെ വിങ്ങലുകൾ കൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്. മഹത്തായൊരു സാമ്രാജ്യത്തിൻ്റെ അരികു മുതൽ ഒരു മുത്തച്ഛൻ്റെ ഹൃദയത്തിൻ്റെ ഇരുണ്ട ആഴങ്ങളോളം എത്തുന്ന കാലത്തിൻ്റെ പൊടിപടലങ്ങൾക്കിടയിൽ മറഞ്ഞുകിടന്നൊരു കഥ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ദൈവകോപത്തിന് പാത്രമായ ശൗൽ രാജാവിന് പകരം ശമൂവേൽ പ്രവാചകൻ പുതിയ രാജാവിനെ തേടുന്നതാണ് കഥാപശ്ചാത്തലം. വേദപുസ്തക ഏടുകളിൽ നിന്നും അടർത്തിയെടുത്ത കഥാപാത്രങ്ങൾക്കൊപ്പം എഴുത്തുകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ചില കഥാപാത്രങ്ങളെയും കോർത്തിണക്കി വാത്സല്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വഞ്ചനയുടെ, പ്രതികാരത്തിൻ്റെ ആഴമേറിയ ഒരു കഥ ഞങ്ങളിവിടെ പ്രാർത്ഥനാപൂർവം അവതരിപ്പിക്കുന്നു. ഒരു മുത്തച്ഛൻ്റെ പ്രതികാരം. ശാന്തിയും സമാധാനവും സന്തോഷവുമുള്ള വീട്. ജനങ്ങൾ പറയുന്നത് ഇത് ജ്ഞാനത്തിന്റെ വീടാണെന്നാണ്. എന്റെ യജമാനൻ അഹിതോഫൽ ദൈവത്തിന്റെ ശബ്ദം പോലെ ഉപദേശിക്കുന്നവൻ. ഇവിടെ ഒരു വേലക്കാരിയായി ജീവിക്കാൻ കഴിയുന്നത് തന്നെ എന്റെ ഭാഗ്യം. മോളെ പെച്ചേബ, എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കല്ലേ. അതിങ്ങിട്ടാ. ഇല്ല ഇല്ല, ഞാൻ തരില്ല, തരില്ല ഞാൻ. അത് മുത്തച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്താണിയാ. ദേ മുത്തച്ഛൻ ഇപ്പൊ വരും, ഞാൻ പറഞ്ഞു കൊടുക്കുവേ. ഇന്ന ഞാൻ അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ. അപ്പോഴേക്കും പിണങ്ങിയോ? നിനക്ക് നിന്റെ അമ്മ ഓർമ്മയുണ്ടോ? ആ, എങ്ങനെ ഓർക്കാനാ? നിന്നെ പ്രസവിച്ച് അധികകാലം ജീവിച്ചില്ലല്ലോ. പക്ഷേ ഈ ചിരിയിൽ എനിക്ക് നിന്റെ അമ്മയെ കാണാം. അതീന, എന്റെ അമ്മയ്ക്ക് എന്നെ പോലെ പാവകളെ ഇഷ്ടമായിരുന്നോ? ഒരുപാട്. പിന്നെ നിന്നെ പോലെ പാട്ടും കളിയും ഒക്കെ ഇഷ്ടമായിരുന്നു. മോളെ പോലെ തന്നെ സുന്ദരിയായിരുന്നു അമ്മയും. എന്റെ അച്ഛൻ എന്താ വരാത്ത? അതീന, അച്ഛനെ കാണാൻ കൊതിയാവുന്നു.
ബത്ശേബ, നിന്റെ പിതാവ് ഏലിയാം ശൗലിന്റെ സൈന്യത്തിലെ ഏറ്റവും ധീരനായ പോരാളിയാണ്. അദ്ദേഹം എപ്പോഴും യുദ്ധത്തിലും രാജഭരണത്തിലും വ്യാപൃതനാണ്. അതുകൊണ്ടല്ലേ നീ മുത്തച്ഛന്റെ കുട്ടിയായി വളരുന്നത്? ഞാൻ എന്റെ മുത്തച്ഛന്റെ മോള് തന്നെയാ. അപ്പൊ ഞാൻ പുറത്തായി അല്ലേ? എന്റെ അദീന, അപ്പോഴേക്കും പിണങ്ങിയോ? നീ എന്റെ ചക്കരി അമ്മയല്ലേ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ശമൂവേൽ പ്രവാചകൻ പുതിയ രാജാവിനെ തിരയുകയാണത്രേ. ദൈവകോപത്തിന് പാത്രമായ ശൗലിന് പകരം പുതിയ രാജാവിനെ യഹോവയുടെ കൽപ്പന പ്രകാരം അന്വേഷിക്കുകയാണെന്ന്. ആർക്കറിയാം ആ സൗഭാഗ്യം ഏത് വീട്ടിലേക്കാണെന്ന്? എല്ലാവരും പറയുന്നത് നമ്മുടെ യജമാനൻ അഹിതോഫൽ അതിന് യോഗ്യനാണെന്നാണ്. ജ്ഞാനിയായവൻ, എല്ലാവരും ബഹുമാനിക്കുന്നവൻ. ബത്ശേബ, കേട്ടോ? നിന്റെ മുത്തശ്ശൻ ശൗലിന് പകരം രാജാവാകുമെന്ന്. എന്റെ യജമാനൻ രാജാവാകുമെന്ന്. എന്റെ മുത്തശ്ശൻ രാജാവാകും, എന്റെ മുത്തശ്ശൻ രാജാവാകും. അദീന, മുത്തശ്ശൻ രാജാവായാൽ ഞാൻ രാജകുമാരിയാകൂലേ? ഒരു ആഘോഷം, എല്ലാവരും കൂടി. മുത്തശ്ശൻ രാജാവാകുമെന്നാ എല്ലാരും പറയുന്നേ. ഞാനും കേട്ടു. നമുക്ക് കാത്തിരിക്കാം. യജമാനനെ, ചന്തയിൽ എല്ലാവരും അങ്ങയുടെ ജ്ഞാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് നേതൃത്വം നൽകാൻ അങ്ങയേക്കാൾ യോഗ്യൻ മറ്റാരുമില്ലെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ശൗൽ രാജാവാണെങ്കിലും അഹിതോഫൽ പറയുന്നതാണ് അവസാന വാക്കെന്നാണ് ജനസംസാരം. ജ്ഞാനം മനുഷ്യരുടെ ഇടയിൽ വിലപ്പെട്ടതാകാം, പക്ഷേ രാജ്യത്വം അത് യഹോവയുടെ കയ്യിലാണ്. ആര് നയിക്കും? ആരെ തിരഞ്ഞെടുക്കും? എന്തിനു തിരഞ്ഞെടുക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കണക്കൂട്ടലിൽ കിട്ടുന്ന കാര്യമല്ല. മുത്തശ്ശൻ രാജാവായാൽ ഞാൻ രാജകുമാരിയാകൂലേ? അതെ കുഞ്ഞേ, എന്റെ രാജകുമാരി. അങ്ങുന്നേ, അങ്ങുന്നേ, ശമൂവേൽ പ്രവാചകൻ പുതിയ രാജാവിനെ തെരഞ്ഞെടുത്തു. നമ്മുടെ യജമാനനല്ലേ പുതിയ രാജാവ്? പിന്നെ ആരാണ് രാജാവ്? യജമാനെ, കേവലം ഇടയബാലനായ ദാവീദാണ് പുതിയ രാജാവ്. ആ ഇശായുടെ മകൻ. എല്ലാവരും വിചാരിച്ചത് ജ്ഞാനിയായ ഒരാളാകും രാജാവാകുമെന്നാണ്. ഇതിപ്പോ കേവലം ഒരു ഇടയബാലൻ. ഛേ, ശമൂവേൽ പ്രവാചകന് വട്ടായ. ജനങ്ങളുടെ കയ്യടി കേവലം ഒരു ഇടയബാലന്റെ പേരിൽ മുഴങ്ങുന്നു. എന്നാൽ എന്റെ പേരോ, എന്റെ വർഷങ്ങളുടെ പരിചയം, ജ്ഞാനം എല്ലാം ഒന്നുമല്ലെന്ന പോലെ എല്ലാവരും മറന്നുപോയില്ലേ? ഞാനല്ലേ ശൗലിന്റെ കാലത്ത് ഈ രാജ്യത്തെ നയിക്കാൻ
ഉപദേശങ്ങൾ നൽകിയത്? ഞാനല്ലേ ഞാനല്ലേ ഈ നാടിന് രക്ഷകനായത്? എന്നിട്ടിപ്പോ എന്നെ മറന്ന് അവനൊരു ഇടയബാലനെ രാജാവാക്കിയിരിക്കുന്നു. എന്നെ മറന്നുപോയവരുടെ ഓർമ്മ മാഞ്ഞു പോകുവാൻ ഞാൻ സമ്മതിക്കില്ല. ദാവീദേ, ഇന്ന് ഞാൻ നിന്നെ അഭിനന്ദിക്കും. പക്ഷെ നാളെ നിന്നെ ഞാൻ തകർക്കും. നിന്റെ തെരഞ്ഞെടുപ്പ് എന്റെ പ്രതികാരത്തിന്റെ വിത്താണ്. എന്റെ ബുദ്ധി, എന്റെ പദ്ധതി, എന്റെ വാൾ നിന്നെ വീഴ്ത്തും. ദാവീദിന് സിംഹാസനം ലഭിച്ചു. പക്ഷേ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇനിയും ശൂന്യമായ ഇടങ്ങളുണ്ട്. എന്റെ കൊച്ചുമകൾ ബത്ശേബ, അവൾ സൗന്ദര്യവും മഹത്വവും ഒരുമിച്ചുള്ള മുത്താണ്. അവളെ ദാവീദിന്റെ അരികിലെത്തിച്ചാൽ എന്റെ രക്തം തന്നെ സിംഹാസനത്തിൽ വാഴും. അതെ, പ്രതികാരത്തിന് മുമ്പ് ബുദ്ധിയുടെ വഴി പരീക്ഷിക്കാം. ബത്ശേബയാണ് എന്റെ താക്കോൽ. സിംഹാസനം അതെന്റെ വീട്ടിലെത്തണം. അവസരം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ബത്ശേബ, ഈ സായം സന്ധ്യയിൽ എന്റെ മോളുടെ സൗന്ദര്യം ഇരട്ടിയായതുപോലെ നീ ഇപ്പോൾ നിന്റെ അമ്മയേക്കാൾ സുന്ദരിയായിരിക്കുന്നു. അതെ, ഈ സൗന്ദര്യം രാജധാനിയെയും കീഴടക്കും. അതെ അദീന, യഹോവയുടെ ഹിതം അങ്ങനെയെങ്കിൽ ഞാൻ അതിന് വിധേയപ്പെട്ടിരിക്കും. അബ്നേർ, യെരുശലേമിൽ ഇന്ന് ആഘോഷ രാവാണെന്ന് തോന്നുന്നു. പുതിയ രാജാവിനെ കാണാനുള്ള ജനങ്ങളുടെ തിരക്കാണല്ലേ? അതെ അദീന, യെരുശലേമിൽ എങ്ങും വലിയ ആഘോഷമാണ്. ശൗൽ മരിച്ചതിന് ശേഷം ദാവീദ് ഹെബ്രോനിൽ 7.5 വർഷം ഭരിച്ചു. ഇപ്പോൾ മുഴുവൻ ഗോത്രങ്ങളും ചേർന്ന് അവനെ രാജാവാക്കി, യെരുശലേമിനെ തലസ്ഥാനവുമാക്കി. അല്ല, ദാവീദ് രാജാവിനെ കാണാൻ പോയ യജമാനൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. കാലം കുറെ കഴിഞ്ഞില്ലേ? നമ്മുടെ യജമാനനെ രാജാവ് മറന്നിരിക്കുമോ? അങ്ങനെ മറക്കാൻ പറ്റുമോ എന്റെ മുത്തശ്ശനെ? ശൗലിന് അവൻ വേണ്ടപ്പെട്ടവനായിരുന്നു. ദാവീദിനും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ ഹൃദയം പറയുന്നു, മുത്തശ്ശനെ അവിടെ സ്വീകരിച്ചിരിക്കണം. അതാ യജമാനൻ വരുന്നു. യജമാനനെ, എന്താണ് വാർത്ത? ദാവീദ് രാജാവ് താങ്കളെ സ്വീകരിച്ചോ? അതെ, ദാവീദെന്നെ തന്റെ സഭയിലെ ഉപദേശകനായി സ്വീകരിച്ചു. എന്റെ ജ്ഞാനം രാജ്യത്തിന് മാർഗദർശനമായിരിക്കുമെന്ന്. യഹോവ എത്ര വിശ്വസ്തൻ! ഇനി അങ്ങയുടെ വാക്കാണ് രാജ്യത്തിന്റെ നിയമം. ഇനി നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പൊയ്ക്കുള്ളൂ. മോളെ ബത്ശേബ. മുത്തശ്ശ, എനിക്കറിയാമായിരുന്നു ദാവീദ് നിങ്ങളെ ഒരിക്കലും അവഗണിക്കില്ലെന്ന്. ഇനി എന്റെ മുത്തശ്ശൻ രാജാവിനൊപ്പം നടക്കും. കുഞ്ഞെ, ഞാൻ അവിടെ ഒരു കാര്യം കൂടി ചെയ്തു. എന്താ ഉണ്ടായത്? തെളിച്ചു പറ മുത്തശ്ശ. ഞാൻ ദാവീദിനോട് നിന്നെപ്പറ്റി പറഞ്ഞു. എന്റെ കൊച്ചുമകൾ ബത്ശേബ സൗന്ദര്യവും ബുദ്ധിയും
സൗമ്യതയും നിറഞ്ഞവൾ. അവളെ രാജ്ഞിയായി സ്വീകരിച്ചാൽ സിംഹാസനം ശക്തിയാർജിക്കുമെന്ന്. മുത്തശ്ശ, പക്ഷേ അവൻ, ആ ദാവീദ്, അവനത് തലകുനിച്ച് നിരസിച്ചു. യഹോവയുടെ വഴി മറ്റൊന്നാണത്രേ. എന്റെ വാക്ക്, എന്റെ സ്വപ്നം എല്ലാം അവൻ അവഗണിച്ചു. പക്ഷേ എന്റെ കരുനീക്കങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ധീരനായ പുരുഷനുണ്ട്, ദാവീദിന്റെ വീര സൈനികൻ, ഹിത്യനായ ഊറിയാവ്. നീ അവനെ വിവാഹം കഴിക്കണം. ഊര്യ ഒരു അന്യജാതിക്കാരൻ. മുത്തശ്ശ, എന്റെ ഹൃദയം അയാളെ അറിയുന്നില്ല. ഒരു യഹൂദ പെൺകുട്ടിക്ക് ഇത്തരം വിധികളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, ദാവീദ് നിന്നെ നിരസിച്ചാലും ദാവീദിന്റെ സ്വന്തം സൈനികന്റെ വീട്ടിൽ എന്റെ കൊച്ചുമകൾ പ്രകാശിക്കണം. ആരവിടെ? വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ തുടങ്ങുക. എത്രയും വേഗം ഇവളുടെ പിതാവിനെ വിവരമറിയിക്കുക. എന്റെ കൊച്ചുമകൾ ഹിത്യനായ യൂരിയാവിന്റെ ഭാര്യ. യുദ്ധം തീർന്നു. രാജസിംഹാസനം ഉറപ്പുമായി. മുഴുവൻ ഇസ്രയേലും ഇന്ന് എൻ്റെ കീഴിലുമാണ്. എങ്കിലും എൻ്റെ ഉള്ളിൽ എന്താ ഒരു ശൂന്യത. സമ്പത്തും ജയവും നിറച്ച ഈ മന്ദിരം എന്താണ് നിർജീവമായി തോന്നുന്നത്? തുടിക്കുമിന്നധരം നിൻ ചുംബനത്തിനാൽ ധന്യമാകുവാൻ. എൻ പ്രാണനാഥ, തുടിക്കുമിന്നധരം നിൻ ചുംബനത്തിനാൽ ധന്യമാകുവാൻ. നിൻ പ്രേമമിന്നിതോ വീഞ്ഞു പോലെ സുരഭിലം സൗരഭ്യമേറിടും നിൻ ഗീതം വാഴ്ത്തിടാം. നിൻ പ്രേമമിന്നിതോ വീഞ്ഞു പോലെ സുരഭിലം സൗരഭ്യമേറിടും നിൻ ഗീതം. ഹന്ന, ഈ ഉടുപ്പ് ആ കല്ലിന്മേലിട്ടേക്ക്. അവിടെയല്ല, നനയും. അപ്പുറത്ത്. ഇതാ, ഇതും കൂടി. ഓ, എന്തൊരു തണുപ്പ്. ആ, ഇപ്പോഴത് തോന്നും. പോടി അവിടുന്ന്. എന്നെയാ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, ഇനി നിന്റെ നോട്ടത്തിന്റെ കുറവേ ഉള്ളൂ. പിന്നെ ആര് നോക്കണമെന്നാണ്? നിനക്ക് കുസൃതി കുറച്ച് കൂടുന്നു. ആ നാവ് പിഴുത് കളയും ഞാൻ. ആരാണ് ആ കുളത്തിൽ കുളിക്കുന്നത്? സ്ത്രീകളായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല. പോയി നോക്കിയിട്ട് വരൂ. ബത്ശേബ, അദ്ദേഹം പോയിട്ട് എത്ര നാളായി? നീ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? ഓ, ദിവസം എണ്ണി കാത്തിരിക്കുന്നവരോട് ചോദിച്ചെന്നു മാത്രം. ഈ ദാവീദ് രാജാവിന് എത്ര ഭാര്യമാരുണ്ട് ബത്ശേബ? എന്താ, കൂട്ടത്തിൽ പേരെഴുതിക്കണോ? ഓ, ഇനി ഈ വയസ്സുകാലത്ത് ഇത്രയധികം എന്തിനാണെന്ന് ഓർത്തുപോയെന്നു മാത്രം. ചന്ദ്രൻ ഒന്ന് മതി, നക്ഷത്രങ്ങൾ നിരവധി. മറിച്ചായിക്കൂടെ? ആകാമായിരിക്കാം, എനിക്കറിയില്ല. നീ ഈ മുടി ഒന്ന് പിന്നിക്ക്. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. മുറുക്കി പിന്നെ.
ഹന്ന, മട്ടുപ്പാവിലൊരാളനക്കം. നീ ആ തുണി ഇങ്ങെടുത്തേ. വാ വാ വാ, വേഗം നമുക്ക് പോകാം. അത് ബേത്ശേബയും തോഴിയുമാണ് മഹാരാജൻ. ബേത്ശബ? ആ ബേത്ശേബ, ആ ഏലിയാമിന്റെ മകൾ, ഊരിയാവിന്റെ ഭാര്യ, നമ്മുടെ കൊട്ടാര ഉപദേശകനായ അഹിതോഫലിന്റെ കൊച്ചുമകൾ. അഹിതോഫലിന്റെ കൊച്ചുമകളോ? ഒരിക്കൽ അവൻ എനിക്ക് സമ്മാനിക്കാൻ ആഗ്രഹിച്ച പനിനീർ പുഷ്പം. പക്ഷേ ഞാൻ അത് നിരസിച്ചു. ഇപ്പോൾ അവൾ മറ്റൊരാളുടെ ഭാര്യ. അതെ അങ്ങുന്നേ, ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയാണ് അവൾ. നീ ഉടൻ പോയി അവളെ അരമനയിൽ കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. യഹോവയുടെ നിയമം ഞാൻ മറന്നുകൂടാ. വ്യഭിചരിക്കരുത്. പക്ഷേ ആ സൗന്ദര്യം എന്റെ ആത്മാവിനെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നു. ഗോലിയാത്തിനെ വീഴ്ത്തിയ ഞാൻ കേവലം ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇല്ല, എനിക്കാകുന്നില്ല. ആ സൗന്ദര്യം എന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നു. യജമാനനെ, വന്നില്ല അല്ലേ? രാജകൽപ്പന ധിക്കരിക്കാൻ ആർക്കാ ധൈര്യം? അപ്പോൾ വന്നു അല്ലേ? എന്നിട്ട് എവിടെ? അതാ അങ്ങ് മോഹിച്ച പുഷ്പം ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. വരൻ പറയൂ. യെരുശലേമിലെ സൗന്ദര്യ റാണിയെ ഞാനൊന്ന് അടുത്ത് കാണട്ടെ. വരണം യെരുശലേം പുത്രി. ഒരിക്കൽ നിന്റെ മുത്തച്ഛൻ എനിക്ക് വെച്ച് നീട്ടിയ പനിനീർ പുഷ്പമാണ് നീ. നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രഭു, എന്നെ പോകാൻ അനുവദിക്കണം. ഞാനിപ്പോൾ ഊരിയാവിന്റെ ഭാര്യയാണ്. ഊരിയ? അവൻ എന്റെ വിശ്വസ്തനായ പടയാളിയാണ്, എനിക്കറിയാം. അല്പസമയം എന്നോടൊപ്പം ചെലവഴിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? അത് ന്യായമല്ല തിരുമേനി. ന്യായവും അന്യായവും തിരിച്ചറിയാനുള്ള കഴിവ് എന്നിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ സാഹസത്തിന് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ബേത്ശബയ്ക്കുണ്ട്. എല്ലാ സ്ത്രീകൾക്കും അതുണ്ട് എന്നാണ് എൻ്റെ അനുഭവം. ബേത്ശബയുടെ ഇഷ്ടം പോലെ എന്നെ സ്വീകരിച്ചോളൂ. പക്ഷേ കൊച്ചുകുട്ടികളെപ്പോലെ സാങ്കല്പിക ലോകത്ത് അഭിനയിക്കുവാനുള്ള പ്രായമല്ല എനിക്ക്. ബേത്ശബയ്ക്കും അഭിനയിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല തിരുമേനി. പക്ഷേ ചുറ്റുമുള്ള പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? എന്താണ് നിന്നെ പേടിപ്പിക്കുന്നത്? ഞാനൊരാളുടെ ഭാര്യയാണ്. ഇതെവിടെ അവസാനിക്കും? ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കുക. അങ്ങ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിക്കുന്നതാണ്. എവിടെ അവസാനിക്കുമെന്ന് തീരുമാനിക്കാനോ പ്രവചിക്കാനുള്ള കഴിവ് ബേത്ശബയ്ക്കില്ല, എനിക്കുമില്ല. എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ പ്രായവും അനുഭവവും ജ്ഞാനവുമാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ബേത്ശബ, അതൊരു നീണ്ട കഥയാണ്. ഞാൻ രാജാവാണ്, ശക്തനാണ്, എനിക്ക് സർവ്വ ഐശ്വര്യവുമുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഞാൻ ഇന്നും ഏകാന്തനാണ്. യോനാഥാൻ മരിച്ചതിൽ പിന്നെ ഞാൻ സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ല. ഞാനൊരു സഖിയെ കണ്ടെത്തിയിട്ടുമില്ല ഇന്നലെ വരെ. അങ്ങൊരു സഖിയാണ് തേടിയതെങ്കിൽ കണ്ടെത്തിയ സമ്പ്രദായം ശരിയായില്ല. അത് ഞാൻ സമ്മതിക്കില്ല. സമ്പ്രദായങ്ങളെല്ലാം എനിക്കൊരുപോലെയാണ്. മീഖലിനെ ഞാൻ കണ്ടെത്തി, അവളെന്നെ വിട്ടുപോയി. ഞാൻ പ്രതികാരം ചെയ്തു.
പക്ഷേ അതുകൊണ്ട് എൻ്റെ മനസ്സിന് സ്വസ്ഥത ഉണ്ടായില്ല. പിന്നെ ഞാൻ അബിഗേലിനെ കണ്ടത്. ഒരു നല്ല ദാസി, അതിനപ്പുറം യാതൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ കാര്യവും വ്യത്യസ്തമല്ല. നിരന്തരമായി ശല്യം ചെയ്യുന്ന കുറെ സന്തതികൾ ഉണ്ടായത് മിച്ചം. ആദ്യമെല്ലാം ഞാൻ എൻ്റെ അസ്വസ്ഥത ശത്രു രക്തത്തിൽ മുക്കിക്കൊന്നു. എത്ര കാലം മനുഷ്യൻ കശാപ്പ് കൊണ്ട് ആത്മശാന്തി നേടും? പാടാനാണെങ്കിൽ ആ കാലം കഴിഞ്ഞുപോയി. ബേശബ, ഇന്നെന്റെ ഹൃദയം ശൂന്യമാണ്. തിരുമേനി, അങ്ങയുടെ സംസാരം എനിക്ക് സംഗീതമാണ്. ഞാൻ അതിൽ അലിഞ്ഞലിഞ്ഞില്ലാതെയാവുന്നു. പക്ഷേ ഇസ്രായേലിന്റെ അഭിഷിക്തൻ വെറും ഒരു ദാസിയുടെ മുൻപിൽ ചെറിയവനാകരുത്. അതിലും ഭേദം ഞാൻ മരിക്കുകയാണ്. പ്രേമം ഒരുവനെ ചെറുതാക്കുന്നുവെങ്കിൽ ഞാനൊരു മണൽത്തരിയോളം ചെറുതാകട്ടെ. ആരാ? എന്തു വേണം? നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഞാൻ ബത്ശേബയുടെ തോഴി ഹന്ന. എനിക്ക് ദാവീദ് രാജാവിനെ ഒന്ന് കാണണമായിരുന്നു. ആ, ഇവിടെ നിൽക്ക്. ഞാൻ പോയി രാജാവിനോട് പറഞ്ഞിട്ട് വരാം. ഹന്നേ, ബേശബയ്ക്ക് സുഖം തന്നെയല്ലേ? പ്രണാമം മഹാരാജൻ. ഞാനൊരു വിശേഷം പറയാൻ വന്നതാണ്. 1000 വിശേഷങ്ങൾ കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും? രാജൻ, അത് പറയാനാണ് ഞാൻ നേരിട്ട് വന്നത്. മടിക്കാതെ പറഞ്ഞോളൂ. ബേത്ശേബയുടെ തോഴിക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തുറന്നു പറഞ്ഞോളൂ. ബേത്ശേബയ്ക്ക് അവൾ ഗർഭിണിയാണ്. അപ്പോൾ അത് സംഭവിച്ചു. ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് നീ ബേത്ശേബയോട് പറയണം. എന്തിനും ഞാൻ കൂടെയുണ്ട്. അവൾ ഏറെ ദുഃഖിതയാണ്. കരഞ്ഞു കരഞ്ഞ് പാവം തളർന്നു പോയി. അവൾക്കെന്തോ വല്ലാത്തൊരു പേടി. എന്തിന്? ആരെ പേടിക്കാൻ? ഇസ്രായേലിന്റെ രാജാവാണ് പറയുന്നത്. എന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും ചലിക്കില്ല. നീ അവളെ അത് പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. അവൾക്ക് പേടി ഭർത്താവിനെ മാത്രമാണ്. ഊറിയ അവനൊന്നും ചെയ്യില്ല. അവൻ എന്റെ വിശ്വസ്ത ദാസനാണ്. ഊറിയെ ഇന്ന് തന്നെ ഇവിടെ എത്തിക്കാം. വന്നാലുടനെ അവന്റെ വീട്ടിലേക്കും പറഞ്ഞു വിടാം. പിന്നെ ഒന്നും പേടിക്കാനില്ല. മാസങ്ങളായി അവൻ യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ട് നീ കൊഴുത്തൊരു കാളക്കുട്ടിയെ പാചകം ചെയ്യണം. വീഞ്ഞ് എത്ര വേണമെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കാം. വളരെ പ്രേമപൂർവ്വം അവനെ വരവേൽക്കണം. ഒരു സംശയം തോന്നിക്കാതെ. നീ എല്ലാം തന്ത്രപൂർവം ചെയ്യണം. ശരി പ്രഭു. എങ്കിൽ വേഗം പുറപ്പെട്ടോളൂ. ഊരിയ ഉടനെ വീട്ടിലെത്തും. പ്രിയ യോവാബ്, യുദ്ധമുഖത്ത് എല്ലാം നിയന്ത്രണത്തിലാണെന്ന് കരുതുന്നു. ഈ കൽപ്പന ലഭിച്ചാലുടൻ ഊരിയാവിനെ എത്രയും വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുക. ആരവിടെ? ഈ കൽപ്പന ഉടൻ തന്നെ യോവാബിനെത്തിക്കുക. എല്ലാം ഗോപ്യമായിരിക്കണം. ശരി പ്രഭു.
നീ പെട്ടെന്ന് തന്നെ വന്നല്ലോ. അതേ യജമാനെ, നമ്മുടെ കുതിരയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അവൻ എന്നെയും കൊണ്ട് പറക്കുകയല്ലായിരുന്നോ? യോവാബ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? സന്ദേശം കണ്ടതും അദ്ദേഹം ഊരിയായെ എൻ്റെ കൂടെ പോകാൻ അനുവദിച്ചു. എന്നിട്ട് ഊരിയ അവിടെ വരാൻ പറയൂ. പടിപ്പുരയ്ക്കൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നെ കാണാതെ എന്ത് സംസാരം? ആ ഊരിയ, നിന്റെ കാര്യം പറഞ്ഞത് നീ എത്തിക്കഴിഞ്ഞു. യെരുശലേമിന്റെ നാഥൻ അരുളിയാൽ ഊറിയ ആ നിമിഷമെത്തും. നമ്മുടെ സൈന്യം ആത്മധൈര്യത്തോടെ പൊരുതുന്നു. ശത്രുവിന് കനത്ത പ്രഹരമേൽപ്പിച്ച് മുന്നേറുന്നു. ഫെലിസ്ത്യപ്പട തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അവസരം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ല. അങ്ങ് വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. വസന്തകാലം ആരംഭിച്ചത് മുതൽ നീ യുദ്ധമുഖത്താണ്. അതെന്റെ കടമയല്ലേ രാജൻ? നിനക്കൊരു വിശ്രമം? എനിക്ക് മാത്രമോ? എന്നെ പോലെ ആയിരങ്ങൾ ശത്രുക്കളെ നേരിടുമ്പോൾ എനിക്ക് മാത്രം ഒരു വിശ്രമം എന്തിന്? ഒരു പടയാളിക്ക് വിജയമാണ് ലക്ഷ്യം, വിശ്രമമല്ല. ശരിയാണ്. പക്ഷേ ഇസ്രയേലിന് നിന്നെപ്പോലൊരു പടയാളി വളരെ വിലപ്പെട്ടതാണ്. അങ്ങ് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഊർജം പകരേണ്ടെന്ന് അങ്ങ് എന്നോട് വിശ്രമിക്കാൻ പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് നല്ല ക്ഷീണമുണ്ട് രാജൻ. ശരീരത്തിന് ക്ഷീണമുണ്ടാകാം, പക്ഷേ വടനിലത്തിൽ എന്റെ മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെപ്പോലെയാണ്. രാജ്യത്തോടുള്ള കർത്തവ്യമാണ് ഏറ്റവും വലുത്. പൊരുതി ജയിക്കുക, അല്ലെങ്കിൽ പൊരുതി മരിക്കുക. അതാണ് ഊറിയ. വീഞ്ഞു പകരൂ. ഇസ്രായേൽ യുദ്ധമുഖത്താണ്. ദൈവത്തിന്റെ പേടകവും അവരോടൊപ്പമുണ്ട്. എന്റെ യജമാനായ യോവാബും സഹപ്രവർത്തകരും മരുഭൂമിയിലും മലയിടുക്കുകളിലും താവളമടിച്ചിരിക്കുന്നു. വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് ഭാര്യയോടൊത്ത് രമിക്കാൻ എന്നിലെ പോരാളിക്ക് മനസ്സ് വരില്ല. അങ്ങയെ ധിക്കരിക്കുകയല്ല, അങ്ങന്റെ കാണപ്പെട്ട ദൈവമാണ്. ഞാൻ നിന്നെ ഇസ്രായേലിന്റെ സഹസ്രാധിപനാക്കും. ആ യോവാബിന്റെ പോക്ക് അത്ര ശരിയല്ല. അയാൾ വല്ലാതെ അഹങ്കരിക്കുന്നു. അങ്ങ് ക്ഷമിക്കണം. എന്റെ യജമാനെ തരം താഴ്ത്താൻ ഞാൻ കൂട്ടുനിൽക്കില്ല. അടിയനൊരു പാവം പട്ടാളക്കാരൻ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമില്ലാത്ത ഹതഭാഗ്യൻ. വിഷമിക്കണ്ട ഊരിയ, ഒരാൺകുഞ്ഞിനെ കാണുവാനുള്ള ഭാഗ്യം നിനക്കുടനെ ഉണ്ടാകും. അങ്ങയുടെ നാവ് പൊന്നാകട്ടെ. എന്റെ ബത്ശേബ വന്ധ്യയാണെന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി. ആളുകൾ പറയുന്നത് കാര്യമാക്കരുത്. എനിക്ക് ഇനിയും കുടിക്കണം. കുടിക്കാം, എത്ര വേണമെങ്കിലും കുടിക്കാം. പക്ഷേ നീ ഇന്ന് നിന്റെ വീട്ടിൽ പോകണം. എന്റെ ബത്ശേബ ഒരു പാവമാണ്. എനിക്ക് അവളെ ജീവനാണ്. വിടടാ, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ബത്ശേബ, ഞാനിതാ വരുന്നു. ഇന്നവൻ വീട്ടിൽ പോകും. അവന്റെ ഹൃദയം മുഴുവനും അവളാണ്. അങ്ങനെ ഈ ദാവീദിന്റെ ജാരസന്തതി ഊരിയാവിന്റെ മകനായി അറിയപ്പെടും. ഊരിയ ഇന്നലെ അവന്റെ വീട്ടിൽ പോയില്ല. പിന്നെ
അവൻ ഇവിടെ കാവൽക്കാരോടൊപ്പം കിടന്നുറങ്ങി. എന്ത്? അവൻ വീട്ടിൽ പോയില്ലെന്നോ? തോൽവി എനിക്കിഷ്ടമല്ല. അത്രമാത്രം എന്റെ തലച്ചോറ് ഉണങ്ങിപ്പോയിട്ടുമില്ല. ദാവീദ് രാജാവ് തന്റെ ദാസന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. അതെ അതെ, ഞാൻ വിശാലഹൃദയനായ ഒരു രാജാവാണ്. എനിക്ക് ഉപദേശങ്ങൾ കേൾക്കാനും അറിയാം, എന്റെ ശതാധിപന്മാരിൽ നിന്ന് പോലും. അവർ എന്നേക്കാൾ കേമന്മാരായിരിക്കുന്നത് എനിക്കൊരു തരത്തിൽ ഗുണകരവുമാണ്. എഴുത്തു സാമഗ്രികൾ കൊണ്ടുവരൂ. ഇത് യോബാബിനുള്ള പ്രത്യേക കൽപ്പനയാണ്. എഴുതിക്കോളൂ. അമ്മോന്യരുടെ തലസ്ഥാനമായ രബ്ബയുടെ നിരോധനത്തെക്കുറിച്ചുള്ള നമ്മുടെ തീരുമാനം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. നാം ഹിത്തിനായ ഊരിയാവിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നു. പരീക്ഷണാർത്ഥം അവൻ കോട്ടയെ ആക്രമിക്കട്ടെ. സൈന്യം ചെറുതുമതി. ആക്രമണം പരാജയപ്പെടുന്നുവെന്ന് തോന്നിയാൽ ഭടന്മാർ ഊരിയാവിനെ വിട്ട് പിന്മാറിക്കൊള്ളട്ടെ. ഈ നിർദ്ദേശങ്ങൾ ഊരിയ അറിയേണ്ടതില്ല. വളരെ വലിയ സൈന്യത്തെ ചിലവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മതി. ഇത് ഊരിയാവിന്റെ മരണവിധിയാണ്. ഇത് അവൻ തന്നെ യോവാബിനെ ഏൽപ്പിക്കട്ടെ. കൊണ്ടുപോയി കൊടുക്ക്. പ്രഭു, യുദ്ധഭൂമിയിൽ നിന്നൊരു അശുഭ വാർത്തയുണ്ട്. ഊരിയ വീണു. ദാവീദ് രാജാവ് ചതിച്ചെന്ന സംസാരം. ഊറിയാവ് വീണോ? അതിനർത്ഥം എന്റെ കൊച്ചുമകൾ ഇനി രാജമന്ദിരത്തിലേക്ക് നടന്ന് കയറും. ദാവീദേ, നീ ഒടുവിൽ എന്റെ വഴിയെ നടന്നു തുടങ്ങി. അതിനർത്ഥം സന്തോഷ വാർത്തയാണോ പ്രഭു? സന്തോഷം? ഇല്ല ഇല്ല, ഇത് വെറും തുടക്കമാണ്. കാറ്റിന് ദിശമാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരു വിത്ത് വീണു, ഇനി ഈ വൃക്ഷം വളരും. അവൻ ഊരിയാവിനെ കൊന്നു. ഇനി അവളെ സ്വീകരിക്കും. എന്റെ കൊച്ചുമകൾ രാജമന്ദിരത്തിലേക്ക് കയറും. പക്ഷെ കാര്യങ്ങൾ അതുകൊണ്ട് എന്റെ വരുതിക്ക് വരില്ല. ബത്ശേബയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരു ശാപത്തിന്റെ നിഴലിൽ ജനിക്കും. ദാവീദ് ജീവിച്ചിരിക്കുന്നിടത്തോളം ആ കുഞ്ഞ് കിരീടം കാണില്ല. അബ്ദും ദാവീദിന്റെ ആദ്യജാതൻ, പിന്നെ കിലെയാബ്, പിന്നാലെ അബ്ശാലോം. എത്ര മുഖങ്ങൾ, എത്ര അവകാശങ്ങൾ! എല്ലാത്തിനെയും ഞാൻ തീർക്കും. ദാവീദേ, നീ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കും. പക്ഷേ ഞാൻ ദൈവത്തിന്റെ കയ്യിൽ തന്നെ. നീതിയുടെ തീപ്പൊരിയായി നിന്നെ ഞാൻ വലയം ചെയ്യും. നിന്റെ കുടുംബം ഞാൻ മുച്ചൂടും തകർക്കും. ദാവീദ് അതിശക്തനാണ്. അവനെ നേരിട്ട് തകർക്കാൻ പറ്റില്ല. പക്ഷേ അവന്റെ വീടിനകത്ത് തന്നെ ഞാൻ അവനെതിരെ ആളെ കണ്ടെത്തും. അബ്ശാലോം! അതെ, അബ്ശാലോം. അവൻ അഭിമാനിയും ധീരനുമാണ്, യുവാവാണ്, സർവോപരി ജനസമ്മതനുമാണ്. അവനായിരിക്കും ഇനി എന്റെ ചതുരംഗത്തിലെ കുതിര.
അവസരത്തിനായി ഞാൻ കാത്തിരിക്കും. രാജകുമാര, ദാവീദ് രാജാവിന്റെ ഉപദേഷ്ടാവ് അഹിതോഫൽ അങ്ങേ കാണാൻ എത്തിയിരിക്കുന്നു. അഹിതോഫൽ? ഹ, എത്ര നാളുകളായി ഞാൻ അവന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. വരാൻ പറയൂ. ശാലോം രാജകുമാര. ശാലോം ശാലോം മഹാഗുരു. സമാധാനം. അതിപ്പോൾ ഈ രാജ്യത്ത് അതിഥിയാണ്. അതെ, സമാധാനം എന്റെ സഹോദരി താമാറിന്റെ മാനത്തോടൊപ്പം മരിച്ചു. പക്ഷേ അവളെ നശിപ്പിച്ച അർദ്ധ സഹോദരൻ അമ്നോൻ നെഞ്ചു വിരിച്ചു നടക്കുന്നു. ഞങ്ങളുടെ പിതാവ് ദാവീദ് അത് മൗനമായി നോക്കി നിൽക്കുന്നു. മൗനം ചിലപ്പോഴൊക്കെ കൊടിയ പാപമാണ്. ഞാൻ ദൂരെ നിന്നെല്ലാം കണ്ടു മകനെ. തമാറിന്റെ കണ്ണീർ ഈ മണ്ണിൽ വീണു. ദാവീദ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ നീതി ചെയ്തില്ല. അമ്നോൻ രാജമന്ദിരത്തിൽ സുഖിച്ചു വാഴുന്നു. ദാവീദ് അവനോട് കുശലന്വേഷണം നടത്തുന്നു. ഇത് നീതിയാണോ? ദാവീദ് നീതിയെ മറന്നു, പക്ഷേ ദൈവം മറന്നിട്ടില്ല. നീതിയുടെ തീ കത്തിക്കാൻ കാനലൊരു തരി മതിയാകും. നീ നിന്റെ സഹോദരിക്ക് നീതി നൽകണം. നീതിക്ക് കേവലം വാക്കുകൾ മതിയാകും. നീതി ചിലപ്പോൾ രക്തത്തിലൂടെയാണ് ജനിക്കുന്നത്. താങ്കൾ പറയുന്നത് ഞാനൊരു കൊലയാളിയാവാനാണോ? കൊലയാളിയല്ല നീ. നീ നീതിയുടെ വാളാകുക. രാജാവിന്റെ മൗനം ഭേദിക്കുന്ന ശബ്ദമാകുക നീ. ദാവീദിന്റെ ഭവനം ശുദ്ധീകരിക്കപ്പെടട്ടെ. അത് നിന്റെ വാളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. അമ്നോൻ എന്റെ സഹോദരിയുടെ മാനമാണ് കവർന്നെടുത്തത്. എന്റെ പിതാവിന്റെ മൗനമാണ് അവനെ സംരക്ഷിക്കുന്നത്. പിതാവിന്റെ മൗനം നീതിയേക്കാൾ വലുതാണെങ്കിൽ പുത്രന്റെ വാൾ സംസാരിക്കണം. രാജകുമാര, സമയം കളയരുത്. ഇനി വരുന്ന കൊയ്ത്തുത്സവത്തിന് അവനെ ക്ഷണിക്കണം. വീഞ്ഞു നുരഞ്ഞു പതയുമ്പോൾ നിന്റെ വാൾ സംസാരിക്കണം. ദാവീദ് രാജാവ് മറന്ന നീതി അബ്ശാലോം നടപ്പാക്കും. എത്രയും വേഗം യെരുശലേമിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകൾ നടത്തും. അമ്നോനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ടേ ഞാൻ ഇനി മടങ്ങി വരും. ഗുരു, ഞാൻ മടങ്ങി വരുന്നതുവരെ അങ്ങ് ഇവിടെ തന്നെ കാണണം. എനിക്കിനിയും അങ്ങയുടെ സേവനം ആവശ്യമാണ്. അബ്ശാലോമേ, എനിക്കും നിന്റെ സേവനം ആവശ്യമാണ്. അമ്നോന്റെ മരണം നീതിയുടെ തുടക്കം മാത്രമല്ല, ദാവീദിന്റെ വീഴ്ചയുടെ തുടക്കവുമാണ്. എന്റെ രക്തം സിംഹാസനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു.
പ്രഭു, ശുഭവാർത്ത, അബ്നോൻ വീണു, അബ്ശാലോം നീതി നടപ്പാക്കി. നീതിയുടെ ആദ്യ അധ്യായം പൂർത്തിയായി. ഇനി ഇസ്രായേൽ ഉണരട്ടെ. പ്രഭു, ഇനി അബ്ശാലോമാണ് രാജാവ്. തെരുവുകൾ മുഴുവൻ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ദാവീദ് കൊട്ടാരം വിട്ട് ഒളിവിൽ കഴിയുന്നു എന്നാണ് വിവരം. ജനങ്ങളുടെ ഹൃദയം ഇനി മുതൽ ഈ കൈകളിലാണ്. അവർ ഇനി എന്റെ പിതാവ് ദാവീദിനെ രാജാവായി കാണുന്നില്ല. അവർ എനിക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഇനി മുതൽ ഞാനാകുന്നു ഇസ്രായേലിന്റെ രാജാവ്. ഇല്ല രാജകുമാര, കിരീടം ഒരു അലങ്കാരമല്ല, അതൊരു വാളാണ്. ദാവീദിന്റെ ഹൃദയം ഇപ്പോഴും ജീവിക്കുന്നു. അവൻ വീണിട്ടില്ല, അവൻ ഒളിച്ചിരിക്കുന്നു. കൃത്യമായ അവസരത്തിനായി നീ അവനെ ജീവനോടെ വെറുതെ വിട്ടാൽ നിന്റെ സ്വപ്നം വെറും ചാരമായി മാറും. ഒരിക്കൽ ഞാൻ ദാവീദിന്റെ വിശ്വസ്തനായിരുന്നു. അവന്റെ കൈകളിൽ നിയമത്തിന്റെ ഗ്രന്ഥവും കണ്ണുകളിൽ മോഹത്തിന്റെ തീയും ഞാൻ കണ്ടു. അവൻ എന്റെ കൊച്ചുമകളെ അപമാനിച്ചു. അവന്റെ കരങ്ങളിൽ നിരപരാധിയായി ഊരിയാവിന്റെ രക്തം പുരണ്ടു. അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണോ? അല്ല, അല്ല, ഒരിക്കലുമല്ല. ദാവീദ് വെറും ഒരു കുറ്റവാളി മാത്രം. അമ്നോൻ വീണു, പക്ഷേ നീതിയുടെ കരങ്ങൾ ഇതുവരെ ശാന്തമായിട്ടില്ല. എന്റെ ഹൃദയം ഇപ്പോഴും എന്തിനെയോ തേടുന്നു. നീതിക്ക് സമാധാനം ഉണ്ടായിരുന്നിട്ടില്ല രാജകുമാര, അതെന്നും അസ്വസ്ഥമായിരുന്നു. ഇനി നിന്റെ വാളിൽ മറ്റൊരു പേരെഴുതേണ്ട സമയം വന്നിരിക്കുന്നു. ദാവീദ്. ദാവീദ് അവൻ എന്റെ പിതാവാണ്. അവൻ പിതാവാണ്, പക്ഷേ അവൻ സത്യത്തെയും നീതിയെയും ധാർമ്മികതയെയും കൊന്നവനാണ്. അവന്റെ ഭരണത്തിൽ നീതി ശ്വാസം മുട്ടുന്നു. ഇന്ന് തന്നെ 1000 പുരുഷന്മാരെ കൂടി അയച്ച് ദാവീദിനെ അവന്റെ ഒളിത്താവളത്തിൽ ചെന്ന് കൊന്നുകളയുക. രാജ്യമുറപ്പിക്കാൻ അതാണ് ഏക മാർഗം രാജകുമാരൻ. നിന്റെ വാക്കുകൾ തീ പോലെ അഹീതോഫലേ. പക്ഷേ രാജ്യം വാൾ കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ ഞാൻ ദയവാനായിരിക്കണം. നാം കാത്തിരിക്കണം. അവൻ സ്വയം വീഴും. കാത്തിരിക്കുകയോ? ഭ്രാന്ത് പറയല രാജകുമാര. ദാവീദിനെ ജീവിക്കാൻ വിട്ടാൽ നിന്റെ ഭാവി അവനില്ലാതെ. ഞാൻ എന്റെ പ്രതികാരത്തിന് കാത്തിരുന്നു. വർഷങ്ങൾ എണ്ണി കണ്ണീർ കുടിച്ചു. ഇതാണ് അവസരം. നീ അത് കളയരുത്. അഹീതോഫൽ, നിന്റെ ഉപദേശം ശക്തമാണ്, പക്ഷേ അത് ക്രൂരവുമാണ്. നീതിയില്ലാത്ത പ്രതികാരം ദൈവത്തിനെതിരായ യുദ്ധമാണ്. അഹീതോഫലേ, ഞാനത് ചെയ്യില്ല. എനിക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്റെ ഉപദേശം പിന്തുടരാനാവില്ല. ദാവീദ് വീണ്ടും ജയിക്കും.
അബ്ശാലോം അവരെന്റെ വാക്ക് അവഗണിച്ചു. യഹോവേ, എന്റെ ഉപദേശം ഇനി ആരും കേൾക്കില്ലേ? ഞാൻ ജ്ഞാനത്തിൽ ജീവിച്ച് അവസാനം പ്രതികാരത്തിൽ മരിക്കുമല്ലോ. എന്റെ പദ്ധതി പുറത്തുപോയാൽ അത് ജനങ്ങളതറിഞ്ഞാൽ, ദാവീദിന് വിവരം കിട്ടിയാൽ, എന്റെ കൊച്ചുമകൾ ബത്ശേബ, അവളുടെ കുഞ്ഞു, അവളുടെ ജീവനപകടത്തിലാവും. ഇല്ല, ഇല്ല, അത് സംഭവിച്ചുകൂടാ. എന്റെ ജ്ഞാനം, അതാണ് എന്റെ ശാപം. ഞാൻ വാക്കുകൾ കൊണ്ട് രാജാക്കന്മാരെ വളർത്തി. എന്റെ ഉപദേശങ്ങൾ ദൈവത്തിന്റെ ശബ്ദമെന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ ദൈവം മിണ്ടിയില്ല. അവൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ മിണ്ടിയതാണ് എന്റെ പാപം. വാക്കുകൾ ഇവ എഴുതിയത് ശാന്തന്റെ, വായിച്ചവർ രാജാവായി. ഞാനോ ഞാൻ പിശാചായി. ഞാൻ ദൈവത്തിന്റെ ഉപദേശം തന്നെയല്ലേ പറഞ്ഞത്? പക്ഷേ അബ്ശാലോം അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ ദൈവം തന്നെ മൗനം പാലിക്കും. ദൈവം മൗനമാണെങ്കിൽ പിന്നെ ആരാണ് നീതിയെക്കുറിച്ച് സംസാരിക്കുക? നീതി അതെന്താണ് ദൈവമേ? ഞാൻ കാണാനായി ജീവിച്ചു. പക്ഷേ ഞാൻ കണ്ടെത്തിയ നീതി പ്രതികാരത്തിന്റെ മുഖം ധരിച്ചിരുന്നു. പ്രതികാരം എനിക്കുള്ളത്, പ്രതിഫലവും യഹോവ പറഞ്ഞതല്ലേ? പക്ഷെ ഞാനത് ചെവിക്കൊണ്ടില്ല. പ്രതികാരം എന്റെ കൈകളിൽ ഞാനെടുത്തു. ദാവീദിനെ, അബ്ശാലോമിനെ, അബ്നോനെ എല്ലാം ഞാൻ തന്നെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. ഒരിക്കൽ നീതിക്ക് വേണ്ടി പോരാടിയവൻ ഇത് നീതിയുടെ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു. ഇതോടൊപ്പം എല്ലാം തീരണം. എന്റെ പദ്ധതികൾ എന്നോടൊപ്പം അവസാനിക്കട്ടെ. ദാവീദേ, നീ ജയിച്ചു. പക്ഷേ മരണത്തിന് മാത്രം
മാത്രമേ എന്നെ തോൽപ്പിക്കാനാവൂ. ഞാനാണ് ഇതിന്റെ പിന്നിലെന്നറിഞ്ഞാൽ അവർ എന്നെ തേടി വരും. എന്നോടൊപ്പം ബത്ശബയെയും അവളുടെ കുഞ്ഞിനെയും അവർ ഇല്ലാതാക്കും. അത് പാടില്ല, അത് പാടില്ല. എന്റെ രക്തം ബത്ശബയുടെയും ശലോമോന്റെയും മേൽ വീഴരുത്. എന്നോടൊപ്പം എല്ലാം അവസാനിക്കണം. യാഹ്വേ, അടിയനോട് പൊറുക്കണമേ. മുത്തശ്ശ, മുത്തശ്ശ, ഞങ്ങൾ എത്ര ദിവസമായി തേടി നടക്കുന്നു. നീ വന്നോ? ഞാൻ വിചാരിച്ചു ആരും ഇനി എന്നെ കാണാൻ വരില്ലെന്ന്. എന്നാൽ യഹോവയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. മോനെ ശലോമോനെ, ഇതാണ് അമ്മയുടെ മുത്തശ്ശൻ. മുത്തശ്ശ, എന്റെ കുഞ്ഞ്, രണ്ടു വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടതാ. കാലചക്രം എത്ര പെട്ടെന്നാ ഉരുളുന്നു. മുത്തശ്ശ, ഈ കാണുന്നതാണോ നിന്റെ പ്രതികാരത്തിന്റെ അവസാനം? എന്റെ ജീവിതം, എന്റെ കണ്ണീർ, എന്റെ ഭർത്താവിന്റെ രക്തം, ഇതെല്ലാം വെറുതെ ആയോ? മോളെ, ഞാൻ ദാവീദിന്റെ കുടുംബത്തെ വീഴ്ത്താൻ ശ്രമിച്ചു. എന്റെ ബുദ്ധിയും എന്റെ പദ്ധതിയും എന്റെ അഭിമാനവും എല്ലാം പരാജയപ്പെട്ടു. ഇനി എനിക്ക് ജീവിക്കാനാവില്ല. ചരിത്രം എന്നെ ഒറ്റുകാരനെന്ന് വിളിക്കും. യഹോവ എന്നെ ഉപേക്ഷിച്ചു. മോളെ, ഇല്ല മുത്തശ്ശ, നിന്റെ പ്രയത്നം വെറുതെ പോകില്ല. നിന്റെ പ്രതികാരം എന്നിൽ ജീവിക്കുന്നു. നീ വീണാലും ഞാൻ ഉയരും. എന്റെ മകൻ ശലോമോൻ, അവൻ രാജാവാകും. അപ്പോഴാണ് ഊരിയാവിന്റെ രക്തവും എന്റെ കണ്ണീരും മുത്തശ്ശന്റെ പ്രതികാരവും അർത്ഥം നേടുക. എനിക്ക് സന്തോഷമായി മോളെ, എനിക്ക് സന്തോഷമായി. എന്റെ മരണത്തിന് പോലും ഇനി അർത്ഥമുണ്ടാകും. എന്റെ വീഴ്ചയിൽ നിന്ന് നീ ഉയരണം. ഞാൻ എന്റെ യാത്ര പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. മുത്തശ്ശ, മുത്തശ്ശ, ഞങ്ങളെ വിട്ടു പോകരുത്. ഞാൻ നിങ്ങളെ വിടുന്നില്ല മോളെ. ഈ കുഞ്ഞിന്റെ ചിന്തയിൽ, അവന്റെ വാക്കുകളിലും വിധികളിലും ഞാൻ നിങ്ങളിൽ തന്നെ തുടരും. നിങ്ങൾ ഇനി ഇവിടെ തുടരുന്നു. ദാവീദിന്റെ പട്ടാളക്കാർ എന്നെ തേടി യെരൂശലേം മുഴുവൻ അലയുകയും എന്നോടൊപ്പം പിടിക്കപ്പെട്ടാൽ നിങ്ങളെയും അവർ തീർക്കും. ഈ അന്ധകാരം എനിക്കായി മാത്രം അവശേഷിക്കും. നീയും അവനും വെളിച്ചത്തിലേക്ക് പോവുക. ഇതെന്താ മുത്തശ്ശ? ശലോമോനെ, നീ നീതിയുടെ പുത്രനാകട്ടെ. നിന്റെ ജ്ഞാനം എന്റെ പാപങ്ങൾ കഴുകട്ടെ. നിന്റെ വാക്കുകൾ ദാവീദിന്റെ വീഴ്ച തീർക്കട്ടെ. മോനെ, നീ രാജാവായാൽ ദൈവത്തിന്റെ ശബ്ദമായി ഭരിക്കണം. മുത്തശ്ശ, നിന്റെ വാക്കുകൾ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു മകളെ. പക്ഷേ എനിക്കുറപ്പില്ല. ഒന്നെനിക്കുറപ്പുണ്ട്, ഇതെന്റെ ശിക്ഷയുടെ അവസാന അധ്യായമാണ്. മോളെ ബത്ശേബ, പോ. ഈ മുറി ഇരുളിൽ വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർക്കുള്ളതാണ്. നീയും കുഞ്ഞും വെളിച്ചത്തിലേക്ക് പോകൂ.
തനിച്ചാക്കിയിട്ടവർ പോയി. ദാവീദേ, ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? പക്ഷേ നീ തന്നെയാണ് ദൈവത്തിന്റെ പ്രിയനായിരുന്നത്. ദൈവം എനിക്ക് നീതി തന്നില്ല. ദൈവമേ, ഞാൻ തട്ടിയെടുത്തത് തിരിച്ചു കൊടുക്കുന്നു. വിധി തീർക്കുവാനുള്ള അവകാശം, പ്രതികാരത്തിന്റെ അവകാശം അങ്ങയുടെ കയ്യിലായിരിക്കും. ജ്ഞാനത്തിൽ ജീവിച്ച അഹിതോഫൽ നീതിയെ തേടി നടന്നു. പക്ഷേ വിധി തീർപ്പാക്കാനുള്ള അവകാശം ദൈവത്തിനാണെന്ന് അഹിതോഫൽ മറന്നു. അവന്റെ നീതിബോധം പ്രതികാരത്തിന് കീഴടങ്ങി. മനുഷ്യന്റെ പ്രതികാരം നരകത്തിലെ തീ പോലെ കത്തും. ആ തീയോടൊപ്പം അവനും നശിക്കും. ദൈവത്തിന്റെ നീതി തലമുറകളിലൂടെ ഒഴുകുന്നു. ക്ഷമയിലും കരുണയിലും അനുകമ്പയിലും അത് പുനർജനിക്കുന്നു.